ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വി ആർ ബാക്ക് അറ്റ് ചൗമഹല്ല പാലസ്, ഹൈദരാബാദിൽ. കുറച്ച് ലേറ്റായി വീഡിയോ വരാമെന്നറിയാം, എന്നാലും നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. ഇവിടുത്തെ എൻട്രിക്ക് ചാർജ് 100 റുപ്പീസാണ്. അതുപോലെ ഡിജിറ്റൽ ക്യാമറാസ് ഒന്നും അലൗഡ് അല്ല. നമുക്ക് ഫോണിൽ വേണം കംപ്ലീറ്റ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ. ഇത് അസഫ് ജാഹി ഡൈനാസിലുള്ള ആൾക്കാരുടെ ഒഫീഷ്യൽ, അതായത് ആ ഡൈനാസിലുള്ള കിങ് അവരുടെ ഒഫീഷ്യൽ റെസിഡൻസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഹോമായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. ഇതിനകത്ത് തന്നെ 4 പാലസ് ഉണ്ട്. 4 ഡിഫറെൻറ്റ് പേരുള്ള 4 പാലസുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ചൗമഹല്ല പാലസ് എന്ന് പറയുന്നത്. 4 പാലസ് എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഇത് ബിൽഡ് ചെയ്യുന്നത് അറൗണ്ട് 1750 AD ആ ഒരു സമയത്താണ്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി മ്യൂസിയമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റാണ് ഇപ്പം അണ്ടർടേക്ക് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ പാലസ്. ആദ്യത്തെ പാലസിൽ നമ്മൾ ആ വരാന്തയിൽ കൂടെ നടന്ന് സെക്കൻഡിൽ വന്നു. ഈ ഫസ്റ്റ് പാലസിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. വരാന്തയിൽ കൂടെ ഇങ്ങനെ നടക്കാവുന്നതല്ലാതെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ പാലസിനകത്തേക്ക് കയറി. ഇവിടെയാണ് നമ്മുടെ രാജാവിൻ്റെ ദർബാർ ഹാൾ എന്നൊക്കെ പറയുന്നത്. അത് ഇവിടെ വെച്ചിട്ടാണ് ഇവരുടെ മീറ്റിങ്ങും ഒഫീഷ്യൽ മീറ്റിങ്ങുകളും പരിപാടികളൊക്കെ നടക്കത്തില്ല. അതിനുള്ളൊരു സ്പേസാണ്. ആ കാലത്തെ രാജാവ് നല്ല റിച്ച് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിൽ പേർഷ്യൻ, യൂറോപ്യൻ, രാജസ്ഥാനി എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ പാലസിൻ്റെ ഒരു ആർക്കിടെക്ചർ വന്നേക്കുന്നത്. എല്ലാം ഒരു ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. മറ്റേ റൂഫൊക്കെ കണ്ടില്ലേ, ഫുൾ മാർബിളൊക്കെ വെച്ചിട്ട് ഭയങ്കര റിച്ചാണ്. നമ്മൾ പറയത്തില്ല ഭയങ്കര റിച്ചാണ് പാലസ്. നല്ല റിച്ചായിട്ടാണത് പണിഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നു നല്ല സമയം എടുത്താണെന്ന് തോന്നുന്നത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അത്രയും വർക്കും ഒക്കെ ഉണ്ട്. ഇതവിടെ അങ്ങോട്ട് കയറുമ്പം ഈ 4 പാലസിൻ്റെയും ഒരു മിനിയേച്ചേഴ്സ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും അന്ന് തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊന്നുമല്ല. ഈ രണ്ടാമത്തെ പാലസിനകത്ത് ഫുൾ ഒരു എക്സിബിഷൻ പോലെ വെച്ചേക്കാണ്. അതായത് അന്നത്തെ കാലത്തെ നോട്ടുകൾ, കോയിൻസ്, അല്ലെങ്കിൽ രാജാവ് ഒക്കെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ, പിന്നെ ഡ്രസ്സുകൾ, വെപ്പൺസ്, അതൊക്കെ വെച്ചേക്കുന്ന ഒരു എക്സിബിഷൻ പോലെ വെച്ചേക്കുന്നതാണ് ഈ രണ്ടാമത്തെ ഈ പാലസിനകത്തുള്ളത്. ഇതേ കണ്ടില്ലേ, അന്നത്തെ കാലത്തെ കോയിൻസ് ആണ്. ഇവിടെ അങ്ങോട്ട് പിന്നെ ഈ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഒരു സമയത്ത് കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. നെഹ്റുവിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലേ, പിന്നെ ബ്രിട്ടീഷേഴ്സിൻ്റെ ആയിട്ടുള്ള ഡീലിങ്ങും കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു ലൈബ്രറിയാണിത്. അതുമല്ല, ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ പാലസ് കംപ്ലീറ്റ്ലി ഒരു എക്സിബിഷൻ പോലെ വെച്ചേക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റേ ഫർണിച്ചർ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ വെച്ചേക്കത്തില്ല. അതുപോലെ എല്ലാ അന്നത്തെ യൂസ് ചെയ്ത ഫർണിച്ചേഴ്സ് എല്ലാം കൂടെ, അതായത് പാലസിൻ്റെ അകത്തുള്ള എല്ലാം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി എക്സിബിറ്റ് ചെയ്തിങ്ങനെ നേരത്തെ വെച്ചേക്കണം. അങ്ങോട്ട് കയറി ഇരിക്കാനൊന്നും പറ്റില്ല, ഇങ്ങനെ സൈഡിൽ കെട്ടി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പുറത്ത് നിന്ന് ഇതൊക്കെ കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് രാജാക്കന്മാരുടെ ഡ്രസ്സ്. പെട്ടെന്ന് ഈ ഡ്രസ്സ് കണ്ടപ്പം പട്ടാഭിഷേക സിനിമയ്ക്കകത്ത് ജഗതി ശ്രീകുമാർ ഇടുന്ന കൈൻഡ് ഓഫ് അങ്ങനത്തെ ക്ലോത്ത് പോലെ തോന്നി. ബട്ട് കുറേ ഡ്രസ്സുകളും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുമല്ലോ, അതൊക്കെ തന്നെ. കുറേ അവരുടെ എല്ലാ കൈൻഡ് ഓഫ് ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഷെർവാണിയാന്ന് തോന്നുന്നില്ലേ കണ്ടിട്ട്? അതെ, അതുപോലെ ഉണ്ട്. ഇവിടെ കുറച്ച് അവരുടെ ക്രോക്കറി യൂണിറ്റ്സും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത റൂമിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഫുൾ വെപ്പൺസ്, അന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന വെപ്പൺസ് എല്ലാം വെച്ചിട്ടുണ്ട്. അത് വാളും പരിചയും ഗണ്ണും എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഫുൾ വാളിലും താഴെയായിട്ട് ഇങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാം. നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല നല്ല സൈസാണ് ഓരോ നൈഫിനും വാളിനൊക്കെ. അതാണ് ആ ഒരു പാലസിലുള്ളത്. അവിടെ നമ്മൾ ഇറങ്ങി അടുത്ത പാലസിലേക്ക്. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് ഇതിൻ്റെ അകത്ത്. കാര്യം ഇതൊരു മൊത്തം ഒരു 12 ഏക്കർ ആണ് ഈ പ്രോപ്പർട്ടി. നേരത്തെ 45 ഏക്കേഴ്സ് ആയിരുന്നു. അടുത്ത പാലസിനകത്തേക്ക് കയറുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ക്വീൻ, പ്രിൻസസ് അവരുടെയൊക്കെ ഡ്രസ്സുകളാണ്. ഇതൊക്കെയാണ് സാരി പോലത്തെ ഡ്രസ്സാണ്, മറ്റേ ബുർക്കയൊന്നുമല്ല, സാരിയൊക്കെയാണ്. അത് കഴിഞ്ഞ് അതവിടെ അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത് ഇറങ്ങുമ്പോഴേക്കും അവരുടെ കാറുകളും വണ്ടികളും പരിപാടികളൊക്കെ. ഇവിടെ കുറേ കുതിരവണ്ടി, കാളവണ്ടി, അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ വിൻറ്റേജ് കാർസാണ് വെച്ചിരിക്കുന്നത്. കുറേ അത്യാവശ്യം, അതായത് അന്നത്തെ രാജാക്കന്മാർ അത്യാവശ്യം നല്ല ഹെവി റിച്ച് ആണെന്ന് കാണിക്കുന്ന രീതിയിൽ റോൾസ് റോയ്സ് മുതലുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. നല്ല വിൻറ്റേജ് കാറുകളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റിയതാണ്. ആക്ച്വലി ഞാൻ ഫോണിലെടുത്തപ്പം ഗ്ലാസിൻ്റെ അകത്താണ് ഇത് വണ്ടിയെല്ലാം വെച്ചേക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ട് വണ്ടി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഗ്ലാസ്സിലെല്ലാം എൻ്റെ റിഫ്ലക്ഷനാണ് കാണുന്നതെന്ന് തോന്നുന്നു. ഇവിടെയും കുറേ വണ്ടികളുണ്ട്. ഇത് കണ്ടില്ലേ, അവർ ഡെയിലി അത് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട്, നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നു. വണ്ടി ഓടത്തിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാണാൻ ലുക്ക് വൈസ്.
ഇത് പിന്നെ ഏതാ വണ്ടി എന്ന് അറിയാൻ ഈ ലോഗോ തന്നെ ധാരാളം തന്നെ. അങ്ങനെ കാറുകളൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് പാലസിലോട്ട് ഞങ്ങൾ നടന്നു. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ VVIPs ഒക്കെ വരില്ല രാജാവിനൊക്കെ, അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്ഥലമാണ്. നമുക്കിതും അങ്ങോട്ട് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. അവർക്ക് ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം. അങ്ങനെ ഇവിടെയും പ്രാവിൻ്റെ ശല്യം ഉണ്ട്, അതുകൊണ്ട് പിന്നീടിട്ടാണ് ഫുൾ നെറ്റൊക്കെ അടിച്ചേക്കുന്നത്. അങ്ങനെ 4 പാലസും കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങുകയാണ്. എനിക്ക് പേഴ്സണലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, എനിക്ക് വിൻറ്റേജ് കാർസിൻ്റെ ഏരിയ മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. ബാക്കിയൊക്കെ ജസ്റ്റ് ചുമ്മാ നടന്ന് വെയിൽ കൊണ്ടുവന്നുള്ളതല്ലാതെ വേറെ എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലി ഓക്കെ. ബാക്കി ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഫ്രെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എടുക്കാൻ നമുക്ക് സപ്പോർട്ട് ചെയ്ത ഘോഷ് മീഡിയയ്ക്ക് വളരെ താങ്ക് യു. അപ്പം see you in the next one. Bye.